സ്റ്റൈലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊത്ത് ചപ്പാത്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ഡിഷാണ് ഈ കൊത്ത് ചപ്പാത്തി. നമുക്ക് യാത്ര പോണ സമയങ്ങളിലെല്ലാം ഈ കൊത്ത് ചപ്പാത്തി ഉണ്ടാക്കി ഒരു ടിഫിൻ ബോക്സിൽ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പൂണൊക്കെ ഉപയോഗിച്ച് നമുക്ക് വണ്ടിയിൽ തന്നെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാകും. പിന്നെ നമുക്കിത് പല രീതിയിൽ ഈ കൊത്ത് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ബീഫ് ഇട്ടിട്ടാണെങ്കിലും മുട്ട ഇട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇട്ടിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ഈ കൊത്ത് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് മുട്ട കൊണ്ടിട്ട് കൊത്ത് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കൊത്ത് ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കാണാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ അമർത്തി ഓളുന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടണം കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ കൊത്ത് ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കാണാം. കൊത്ത് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് തലേ ദിവസം ഉണ്ടാക്കിയ ചപ്പാത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വേറൊരു കറിയൊന്നും ഉണ്ടാക്കാൻ നമുക്ക് പറ്റാത്തൊരു സമയത്തും ഇതുപോലെ കൊത്ത് ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് ചപ്പാത്തിക്ക് വേറെ കറിയൊക്കെ ഒന്നും പോകണ്ട കേട്ടോ. 2 തക്കാളി, 2 സവാള, 3 പച്ചമുളക്, 4 കോഴിമുട്ട, 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയുടെ എല്ലാം തൊണ്ടെല്ലാം കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ കുറച്ചധികം തന്നെ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ വയറിനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ കൊറോണയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. വെളുത്തുള്ളി എല്ലാം തൊണ്ടെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ പച്ചമുളകിൻ്റെ എല്ലാം ഒന്ന് ഞെട്ട് കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ പച്ചമുളക് എല്ലാം നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഇഞ്ചിയുടെയും കൂടി ഒന്ന് തൊണ്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാറുണ്ട്. നമ്മളിപ്പോൾ കൊത്ത് ചപ്പാത്തിയിലേക്ക് ചേർക്കണ ഈ തക്കാളിയും സവാളയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം തന്നെ നമ്മളുടെ ചപ്പാത്തിക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ സവാളയും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കഴുകിയെടുക്കാം. സവാള ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയാണ് എടുത്തത്. അപ്പോൾ കൊത്ത് ചപ്പാത്തി ഉണ്ടാക്കാൻ ഇതെല്ലാം ഇതേ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. ഞാനിവിടെ 10 ചപ്പാത്തിയാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ ഈ ചപ്പാത്തി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ 2 ചപ്പാത്തി കയ്യിലെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കോൺ ഷേപ്പിൽ മടക്കിയിട്ട് കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കും കേട്ടോ. എന്നിട്ട് തിരിച്ചിവിടുന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കിട്ടും. ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഈ 10 ചപ്പാത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കൊത്ത് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാനിവിടെ നമ്മുടെ 10 ചപ്പാത്തിയും ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 10 ചപ്പാത്തി കൊണ്ട് ഒരു 5 പേർക്ക് വയറ് നിറയെ കഴിക്കാനുള്ള കൊത്ത് ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഈ മുട്ട ഈ ഒരു പാത്രത്തിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോഴിമുട്ടയ്ക്ക് പകരം താറാമുട്ടയോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ മുട്ടയില്ലാന്നുണ്ടെങ്കിൽ ബീഫോ ചിക്കൻ കറിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ അതും നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ എന്ത് കറിയാണോ ഉള്ളത് ആ കറി ഈ മുട്ടയുടെ സ്ഥാനത്ത് ആ കറി യൂസ് ചെയ്താൽ മതി കേട്ടോ.
എങ്ങനെ ചെയ്താലും അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഓരോന്ന് ചേർക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ എണ്ണം എല്ലാം നിങ്ങൾക്ക് ഉള്ളതനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മളുടെ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ, എങ്കിലാണ് നമ്മുടെ ഈ കൊത്ത് ചപ്പാത്തിക്ക് നല്ലൊരു രുചി ഉണ്ടാവുള്ളേ. ഇനി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് കടുകാണ് ഇട്ട് കൊടുത്തത്. കടുക് ഇപ്പോൾ നന്നായി പൊട്ടി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കാരണം തക്കാളി നമുക്ക് ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും കൂടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ തക്കാളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തക്കാളി എല്ലാം നമ്മുടെ ഈ കയ്യിലുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചുടച്ചു കൊടുത്ത് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള നമുക്ക് അധികം അങ്ങോട്ട് വെന്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ കൊത്ത് ചപ്പാത്തി കഴിക്കുന്ന സമയത്ത് സവാള ചെറുതായിട്ടൊന്ന് കടിക്കുമ്പോഴാണ് രുചി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സവാള തക്കാളി വെന്തതിന് ശേഷം ഇട്ട് കൊടുത്തത് കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ഇട്ട സവാളക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ മുട്ടക്കും ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ചപ്പാത്തിക്കും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് സൂക്ഷിച്ച് വേണം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ സവാള ഒന്ന് വഴന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇട്ടത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. നമ്മുടെ കൊത്ത് ചപ്പാത്തിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇത് ഇളക്കി നമ്മുടെ പൊടികളുടെ എല്ലാ ഒരു പച്ച സ്മെല്ലും അതൊക്കെ മാറിയതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 സ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. കുരുമുളക് പൊടിയൊക്കെ നമ്മൾ എന്തായാലും ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ ഗരം മസാലയും അവോയ്ഡ് ചെയ്ത് കളയരുത് കേട്ടോ. കാരണം അതെല്ലാം ചേർക്കുമ്പോഴാണ് നമ്മുടെ കൊത്തു ചപ്പാത്തിക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടണത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പൊടികളിൻ്റെ എല്ലാ ഒരു പച്ച സ്മെല്ലെല്ലാം മാറിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഈ സവോള എല്ലാം ഈ അരികിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കണം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്തത് ആ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ ആ മുട്ടയുടെ മിക്സാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾ മുട്ടയല്ല ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ, നിങ്ങൾ ഏത് ഗ്രേവിയാണോ, ചിക്കനോ ബീഫോ എന്താണെന്ന് വെച്ചാൽ ഈ സമയം ഇതുപോലെ സെൻറ്ററിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ മുട്ട ഒഴിച്ചു കൊടുത്താൽ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇതുപോലെ ഒന്ന് കയ്യിലുകൊണ്ട് ഇളക്കി കൊടുക്കാൻ. എന്നാലാണ് നമുക്ക് വലിയ വലിയ പീസസ് ആയിട്ട് മുട്ട കിട്ടുള്ളൂ കേട്ടോ. മുട്ട ഒഴിച്ച ഉടനെ തന്നെ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ തീരെ അങ്ങ് പൊടിഞ്ഞു പോകും മുട്ടയുടെ പീസൊക്കെ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് സവാളയും ടൊമാറ്റോ ഇതെല്ലാം കൂടി ഇതിനകത്തുള്ള മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്. ഇനി ഞാൻ കുറച്ച് മല്ലിയിലയും കൂടിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. ഈ മല്ലിയിലയൊക്കെ ഇടുമ്പോഴാണ് നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മല്ലിയിലയൊക്കെ എന്തായാലും ചേർക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വേപ്പില ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ കൊത്തു ചപ്പാത്തി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഇതേ രീതിയിലൊക്കെ ഉണ്ടാക്കിയൊക്കെ വീട്ടിൽ എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റൊക്കെയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡൊക്കെയാണ്. എപ്പോഴും ചപ്പാത്തിയും പരിപ്പ് കറിയും അല്ലെങ്കിൽ ചപ്പാത്തിയും ചിക്കനും ഒക്കെ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ അത് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നല്ലതാണ്. അതുപോലെ യാത്ര പോകുന്ന സമയത്തൊക്കെ നമുക്ക് കൊണ്ടുപോകാനും പുറത്ത് വണ്ടിയിലൊക്കെ ഇരുന്ന് കഴിക്കാനും ഒക്കെ പറ്റണ ഒരു നല്ല ഒരു ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇത് ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ 2 കയ്യിൽ ഉപയോഗിച്ചത് ഇതുപോലെ ഒന്ന് കൊത്തി കൊടുക്കാം കേട്ടോ. ഹോട്ടലുകളിലും ഒക്കെ ഇതുപോലെയാണ് അവർ കൊത്തിയെടുക്കണത്. അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ ഇങ്ങനെ കൊത്താൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടല്ലേ നമ്മളിത് കൊച്ചതാക്കി കട്ട് ചെയ്തൊക്കെ എടുത്തത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ കൊത്തു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ഒരു സർവിങ് പ്ലേറ്റിലേക്ക് എടുക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ നമ്മുടെ കൊത്തു ചപ്പാത്തി. ഈ കൊത്തു ചപ്പാത്തിയില്ലേ നമുക്ക് ശരിക്കും ഒരു ചൈനീസ് ഫുഡിൻ്റെയൊക്കെ ഒരു കാണാൻ ഒരു ലുക്ക് ഉണ്ടല്ലേ. അതുപോലെ ഇതിൻ്റെ ടേസ്റ്റും സൂപ്പറാണ് കേട്ടോ. ഒരു നല്ല വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊത്തു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കണ്ടില്ലേ നമ്മൾ ഈ കൊത്തു ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ കൊത്തു ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് മുട്ടയും അല്ലെങ്കിൽ ചിക്കനോ ബീഫോ ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്ത് കറിയാണോ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ ആ കറി ഉപയോഗിച്ച് നമ്മളിപ്പോൾ ചെയ്ത ഒരു പ്രൊസീജിയറിൽ ഈ കൊത്തു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എനിക്കൊന്ന് കമൻറ്റ് കൂടിയും ചെയ്യണം. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായോ എന്നുള്ളതും കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടിയും ചെയ്തേക്കണം. പിന്നെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.